ഓണക്കാലത്തെന്ന പോലെ വിഷുദിനത്തിലും റെഡിമെയ്ഡ് സദ്യകൾക്ക് വൻ ഡിമാൻഡ്. വിഷുസദ്യ ഒരുക്കാനും ആളുകൾ മടിച്ചതോടെ വലിയ തോതിലുള്ള ഓർഡറുകളാണ് സദ്യവട്ടം ഒരുക്കുന്നവർക്ക് ലഭിച്ചത്. വിഷുത്തിരക്കിനിടയിൽ സദ്യയെക്കുറിച്ചോർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട. ഒരൊറ്റ ക്ലിക്കിലും ഫോണിലും ഉച്ചയ്ക്ക് മുമ്പ് സദ്യ വീട്ടിലെത്തും. അതും 2 കൂട്ടം പായസമടങ്ങിയ ഗംഭീര സദ്യ. സ്വകാര്യ കാറ്ററിംഗുകാരും ഹോട്ടലുകാരും സദ്യ ഒരുക്കുന്ന തിരക്കിലായിരുന്നു. ആവശ്യക്കാർ ഏറിയതോടെ പലയിടങ്ങളിലും ശനിയാഴ്ച ഉച്ചയോടെ ബുക്കിംഗ് നിർത്തിവച്ചിരുന്നു. ചില സ്ഥാപനങ്ങളിൽ സദ്യകൾ നേരിട്ട് വന്ന് വാങ്ങണം, ചിലരാകട്ടെ വീടുകളിൽ എത്തിച്ചു നൽകും. വിളമ്പാനുള്ള വാഴയില മുതൽ ഉപ്പേരി, പഴം, പപ്പടം, അച്ചാർ, 2 തരം പായസം, ഇഞ്ചിക്കറി, പച്ചടി, ചോറ് തുടങ്ങി 21 വിഭവങ്ങളാണ് സദ്യയിലുള്ളത്. 200 മുതൽ 500 രൂപ വരെയാണ് സദ്യയുടെ വില. കൂടുതൽ വിഭവങ്ങളുള്ള സദ്യയ്ക്ക് 1500 വരെയാണ് വില. ഈ എല്ലാ വർഷത്തെക്കാളും നല്ല ഒരു കാറ്ററിങ്ങിൻ്റെ ആൾക്കാർക്ക് ഒരുപാട് ഇതുകൂടെ കൂടുതൽ ഓർഡറുകൾ വരുന്നുണ്ട്. പായസം മാത്രമല്ല, സദ്യയായിട്ടാണല്ലോ ഓർഡർ കൂടുതൽ വരുന്നത്. അപ്പം ആ ഓർഡർ എന്ന് പറഞ്ഞാൽ 5 മുതൽ 10, 15, 20 അങ്ങനെയുള്ള ഓർഡറുകൾ ഒരുപാട് വരുന്നുണ്ട്. പായസം മാത്രമല്ല, നേരത്തെയൊക്കെ പായസം മാത്രം ഉണ്ടായിരുന്ന ഓർഡർ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതുപോയിട്ട് എല്ലാവരും തന്നെ ഇതുകൊണ്ട് സദ്യയായിട്ട് തന്നെ എല്ലാവർക്കും എത്തിക്കാനുള്ള സംവിധാനത്തെക്കുറിച്ചാണ് ആൾക്കാർ പറയുന്നത്. ഇപ്പോൾ തന്നെയാണ് നമുക്കാണെങ്കിൽ തന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വിട്ടു കൊടുത്തിട്ടുമുണ്ട്. നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പം നിലനിന്നുകൊണ്ടിരിക്കുന്നത്. പായസത്തിനേക്കാളും കൂടുതലും ഓർഡർ സദ്യക്കാണ്. ഇപ്പം സദ്യക്ക് നമ്മൾ കൊടുക്കുന്നത് 180 രൂപയ്ക്കാണ് 2 പായസം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പായസം ആണെങ്കിലും അടപ്രഥമനാണെങ്കിൽ 180 രൂപ, പാലട ആണെങ്കിലും 200 രൂപ, ആ ലെവലിലിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പരിപ്പ് പായസമാണെങ്കിൽ 180 രൂപ. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൻപുറത്ത് അതിൽ കൂടുതൽ നമുക്ക് പറ്റത്തില്ല. പുറം സ്ഥലങ്ങളിലൊക്കെ അതുകൊണ്ട് കൂടുതൽ വ്യത്യാസമായിട്ട് കൊടുക്കത്തൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൻപുറത്തെ ആൾക്കാർക്ക് ഈ ലെവലിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. വിവിധ കാറ്ററിംഗ് യൂണിറ്റുകൾ പല പാക്കേജുകളിലായാണ് സദ്യ നൽകിയത്. സദ്യ കൂടാതെ മറ്റ് വിഭവങ്ങൾ എന്നിവ മാത്രമായും ഓർഡറുകൾ സ്വീകരിച്ച് എത്തിക്കുന്നവരുമുണ്ട്. ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഓർഡറാണ് കിട്ടിയതെന്നും കാറ്ററിംഗ് സ്ഥാപന ഉടമകൾ പറയുന്നു. എന്നാൽ ഇത്തവണ വാഴയിലയ്ക്ക് വില ഉയർന്നതായി കാറ്ററിംഗ് സ്ഥാപന ഉടമകൾ പറഞ്ഞു. കൂടാതെ ഇലയുടെ വരവും കുറഞ്ഞിട്ടുണ്ട്. വില കൂട്ടാൻ ഭയങ്കര പാടാണ്. ഇലയ്ക്കിപ്പോൾ 6 രൂപ 7 രൂപ വില ഇതുകൂട്ട് ആ ലെവലിലേക്ക് വിലയിൽ ഇതുകൂട്ട് മാറ്റം ഒരുപാട് വ്യത്യാസമുണ്ട്. വെച്ചാൽ സീസണിൻ്റെ ആണോ എന്താണെന്നറിയത്തില്ല, അതുകൂട്ട് ഭയങ്കരമായിട്ട് ഇലയ്ക്ക് വില കൂടിയിട്ടുണ്ട്. നിലയ്ക്ക് തൂശനില ഒന്നിന് 5 രൂപ മുതൽ 7 രൂപ വരെ വിലയുണ്ട്. തമിഴ്നാട്ടിൽ കൃഷി നശിച്ചതും വിദേശ രാജ്യങ്ങളിൽ ഇലയുടെ ആവശ്യം കൂടിയതുമാണ് വരവ് കുറയാനുള്ള കാരണം. വീടുകളിലെ ആളുകളുടെ എണ്ണക്കുറവും വിഷുസദ്യ ഒരുക്കാനുള്ള കഷ്ടപ്പാടുകളുമാണ് നല്ലൊരു വിഭാഗം ആളുകളെ റെഡിമെയ്ഡ് സദ്യയിലേക്ക് ആകർഷിക്കാൻ കാരണം. അനിൽ കുർച്ചിത്താനം, സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.